ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഷാനവാസിന് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഷാനവാസ് എന്തെങ്കിലും ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ അതുപോലെ എന്തെങ്കിലും ഒരു ഫൈറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരെ പറയുന്നത് കുറച്ച് കൂടുതലാണ്. നമ്മളത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഷാനവാസിന് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരെ പറയുന്നത് കുറച്ച് കൂടുതലാണ്. നിൻ്റെ അമ്മയെ പോയി വിളി, നിൻ്റെ അച്ഛനോട് പറ, നിൻ്റെ കെട്ടിയവനോട് പറ, അവനെ പോയി വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത്, ഷാനവാസിനെ വന്നിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്ന് ട്രിഗർ ചെയ്യുമ്പോഴാണ് എല്ലാവരെയും വീട്ടിൽ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളുടെ വീട്ടിൽ പറയുന്ന അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. കാര്യം പറയുമ്പോൾ ഷാനവാസ് ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റ് ഒക്കെ തന്നെയാണ്. അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ബിഗ് ബോസിൽ അത്യാവശ്യം സപ്പോർട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ്. വിജയ സാധ്യതയൊക്കെ ഉള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡോസിൻ്റെ ആവശ്യം ഷാനവാസിന് ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഷാനവാസിൻ്റെ വീട്ടുകാരെ പറയുന്ന ആ ഒരു പരിപാടി എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോസ് കൊടുത്ത് ഷാനവാസ് അതിലൂടെ റെഡി ആയിട്ട് വരികയാണെങ്കിൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി അതൊരു പോസിറ്റീവായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു ഡോസ് കൊണ്ട് ഷാനവാസ് റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാനവാസിനെ അങ്ങോട്ട് കയറി ട്രിഗർ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന വീട്ടുകാരെ വിളിക്കുന്ന പരിപാടികളൊക്കെ വരുന്നത്. പിന്നെ ഷാനവാസിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസിൻ്റെ മുമ്പിൽ കാണുമ്പോഴും ഷാനവാസ് അതിൽ കയറി ഇടപെട്ടുകൊണ്ട് പിന്നെ ആ ഒരു സംസാരം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്ന വീട്ടുകാരെ അച്ഛനോട് പറ, അമ്മയോട് പറ, വീട്ടിലുണ്ടല്ലോ, കെട്ടിയവനുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരം മാറുന്നത്. അപ്പോൾ ആ ഒരു സംസാരത്തിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. കാരണം ഇത്രയും പേര് കാണുന്നൊരു റിയാലിറ്റി ഷോ ആണ്. അതുപോലെ തന്നെ ഷാനവാസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രിഗറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടിയോ ഫൈറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇത്തരത്തിലൊരു വർത്തമാനം ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ഷാനവാസിന് ഇഷ്ടപ്പെടുന്നവർക്ക് പോലും അത് പല സമയങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഷാനവാസിന് ഒരു ഡോസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വളരെ അടിപൊളി പ്ലെയർ ആണ്, പക്ഷേ വീട്ടുകാരെ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോസോടുകൂടി ഷാനവാസ് റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്